കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പാർലമെൻറ്റിൽ വുമൺ റിസർവേഷൻ ബില്ല്, നാരി ശക്തി അഭിയാൻ എന്നുള്ള ബില്ല് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വുമൺ റിസർവേഷൻ വേണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ നമ്മുടെ ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് ഇതിലൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനമാണോ മുന്നിലുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഒരുപാടുണ്ട്. കാരണം 2024 ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് 2023 ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത്. എന്നാൽ ആ നടക്കുന്ന ഇലക്ഷനിൽ, 2024 നടക്കുന്ന ഇലക്ഷനിൽ ഇത്തരത്തിൽ വുമൺ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊന്നും അവർ നടത്തിയിട്ടില്ല. അപ്പോൾ അവരതിന് പ്രധാനമായിട്ടും ഒരു ന്യായമായി പറഞ്ഞിരുന്നത് 2021 നടക്കേണ്ട സെൻസസ് 2026 പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2026 സെൻസസ് കഴിയും, അതിനുശേഷം ഡെലിമിറ്റേഷൻ കമ്മീഷൻ വരും. ആ ഡെലിമിറ്റേഷൻ കമ്മീഷനും വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാം, നമ്മുടെ വുമൺസിന് ഒരു 1/3 റെപ്രസെൻറ്റേഷനൊക്കെ നമ്മുടെ ലോകസഭയിലേക്കും അതുപോലെ നിയമസഭയിലേക്കും കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതിലൂടെ സ്ത്രീകളെ അഭിവൃദ്ധിയിലേക്ക് എംപവർമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും വുമൺ റിസർവേഷൻ നമ്മുടെ രാജ്യത്ത് വേണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത്, ലോകത്ത് ആകമാനം നടക്കുന്നുണ്ട്. സത്യത്തിൽ വുമൺ റിസർവേഷൻ വളരെ നല്ലതാണ്. ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ വന്നതിലൂടെ ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ്, അതുപോലെയുള്ള ആൽക്കഹോൾ കൺസപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പല പഞ്ചായത്തുകളിലും ഒക്കെ അവർക്ക് അധികാര സ്ഥാനത്തേക്ക് വന്നതിൻ്റെ പേരിൽ അവർക്ക് പരമാവധി ലിമിറ്റ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും ഒരു നാട്ടിലെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് കമ്പാരിറ്റീവ്ലി കുറച്ച് വരാനൊക്കെ ഈ സ്ത്രീകൾക്ക് ഭരണാവകാശം ലഭിച്ചത് മൂലം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഏതായാലും ഇന്നലെ അവതരിപ്പിച്ച വുമൺ റിസർവേഷൻ ബില്ലിൽ ഒരുപാട് വിമർശനങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട വിമർശനമായിട്ട് പറയപ്പെടുന്നത് ഇത് ഡെലിമിറ്റേഷൻ കമ്മീഷൻ നടപ്പിലാക്കാൻ വേണ്ടി പ്രതിപക്ഷത്തെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നൊരു ബില്ലാണ്, അല്ലാതെ ഇവർക്ക് ഇതിൽ കാര്യമായ ഒരു ആത്മാർത്ഥത ഇല്ല എന്ന് തുടങ്ങിയ വിഷയങ്ങളാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വുമൺ റിസർവേഷൻ ബില്ല് സത്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തോടു കൂടി ആവണമെന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീകൾക്ക് റെപ്രസെൻറ്റേഷൻ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഡെമോക്രസിയിൽ, നമ്മുടെ പൊളിറ്റിക്കൽ ഫോറങ്ങളിൽ അവർക്ക് റെപ്രസെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്, എന്തെല്ലാം ഇമ്പാക്റ്റുകളാണ്, എന്തെല്ലാം പ്രോഗ്രസ് ആണ്, എന്തെല്ലാം ഗ്രോത്ത് ആണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് തുടങ്ങിയ വിഷയങ്ങളാണ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് റിസർവേഷൻ ലഭിച്ച ഒരു സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ ഒരു രാജ്യമായിട്ട് നമുക്ക് പരിഗണിക്കുന്ന റുവാണ്ടയാണ്. ഏകദേശം 67% സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ടോട്ടൽ പാർലമെൻറ്റിൽ 67% ആളുകളും റുവാണ്ടയിലെ സ്ത്രീകളാണ് എന്നാണ് പറയപ്പെടുന്നത്. എനിവേ, ഇതിന് സമാനമായ പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ റിസർവേഷൻ നടക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ 40%, അതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ 40% ഉണ്ട്. അതുപോലെ നമ്മൾ UK 40% ഉണ്ട്. സ്വീഡനിൽ നല്ല റിസർവേഷൻ ഉണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും നല്ല രൂപത്തിലുള്ള റിസർവേഷൻ അവർക്ക് സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്ത് 50%-ന് മുകളിൽ ആളുകൾ സ്ത്രീകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, അവരുടെ വോയിസ് കൂടി പാർലമെൻറ്റിൽ കേൾക്കുക അല്ലെങ്കിൽ നിയമസഭയിൽ കേൾക്കുക എന്നത് അനിവാര്യമാണ് എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഇതിനെ ഒരു വിയോജനക്കുറിപ്പോ അല്ലെങ്കിൽ ഇതിനെതിരെ എതിർക്കാനോ, രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെ എതിർക്കാനോ ഇതിനെതിരെ രംഗത്ത് വരാനോ തയ്യാറാവില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പലപ്പോഴും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒക്കെയാണ് ഇവർ വുമൺ റിസർവേഷനെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാത്ത ആളുകളാണ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. കാരണം ഇന്നിപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 2 സീറ്റുകളാണ് ജയന്തി രാജനും ഫാത്തിമ ദഹ്ലിയക്കും മാത്രമാണ് സീറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഒരു കൺസർവേറ്റീവ് പാർട്ടിയാണ് എന്നുള്ള ലേബൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്കെതിരെ അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികൾ കമ്പയർ ചെയ്യുമ്പോഴും ഇതേ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ ഒരു കാര്യം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ LDFൻ്റെ ആണെങ്കിലും അതുപോലെ കോൺഗ്രസിൻ്റെ ആണെങ്കിലും CPIMൻ്റെ ആണെങ്കിൽ കൂടി ഈ ഒരു സ്ത്രീകൾക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നതിൽ കാര്യമായ ഒരു കുറവുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2019 നടന്ന പാർലമെൻറ്റിൽ സത്യത്തിൽ കോൺഗ്രസ് 19 സീറ്റ് നേടി ആണ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്.
അപ്പോൾ അതിൽ കോൺഗ്രസ് പരാജയപ്പെട്ട ഏക സീറ്റ് ഷാനിമോൾ ഉസ്മാൻ്റെ ആയിരുന്നു. അതായത് തൊട്ടടുത്ത് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരിഫ് ആണ് അവിടെ ജയിച്ചു വന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിനാരിയോ ഞാൻ പറയാൻ കാരണം പലപ്പോഴും ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് നമ്മുടെ നിയമസഭകളിലൊക്കെ നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ആളുകൾ സ്വാഭാവികമായിട്ടും ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ആൺ സ്ഥാനാർത്ഥികൾ ജയിക്കാനുള്ള പ്രവണത കൂടുതലായതുകൊണ്ടാണ് പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും റിസ്ക് എടുക്കാൻ അവർ മുതിരാത്തത്. എന്നാൽ ഒരു റിസർവേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു സീറ്റ് സ്ത്രീകൾക്ക് റിസർവേഷൻ ചെയ്യപ്പെട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ മത്സരിക്കുന്ന ആളുകളൊക്കെ സ്ത്രീകളായിരിക്കും. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മുടെ പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ ഒക്കെ വരും എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുപോലെ തന്നെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ഒരു നാഷണൽ ആവറേജ് എന്ന് പറഞ്ഞാൽ 10% ഒക്കെയാണ് നമ്മുടെ നാഷണൽ സ്റ്റേറ്റുകളിലുള്ള ടോട്ടൽ നിയമസഭാ സമാജികരിൽ നിന്ന് സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ എന്ന് നമുക്ക് പറയാതെ വയ്യ. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന ഒരു പാർട്ടി TMC ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൃണമൂൽ കോൺഗ്രസ് ആണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അതിനെ ലീഡ് ചെയ്യുന്ന മമതാ ബാനർജിയാണ്. അപ്പോൾ അവർ പരമാവധി സ്ത്രീകൾക്ക് അവസരം കൊടുക്കാൻ അവർ തയ്യാറാവുന്നുണ്ട്. എന്നാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതിന് കാര്യമായി വകവെച്ച് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ 3% അക്കാലത്ത് സ്ത്രീകൾക്കുള്ള ഒരു റെപ്രസെൻറ്റേഷൻ എങ്കിൽ ഇന്നതൊരു 14% വരെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ഗ്രാജുവൽ ഗ്രോത്ത് ആണ് എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഒരു റാപ്പിഡ് ഗ്രോത്ത് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ 50% വരുന്ന സ്ത്രീകൾക്ക് അവരുടെ വോയിസ് പാർലമെൻറ്റിലും നിയമസഭയിലും അതുപോലെ അവരുടെ പൊളിറ്റിക്കൽ ഫോറങ്ങളിലുമൊക്കെ വരേണ്ടത് അത്യാവശ്യമാണ്. അത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പെർസ്പെക്റ്റീവ് പലപ്പോഴും നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും അത് സഹായിക്കുമെന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി ഇതിൽ ഏറ്റവും അധികം തമാശ നിറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, നമ്മളൊരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് അവകാശപ്പെടുന്ന രാജ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷനുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിന് 20%, 20% റെപ്രസെൻറ്റേഷൻ സ്ത്രീകൾക്കുണ്ട്. അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാന് 16%, അതായത് ഇന്ത്യയേക്കാൾ കുറച്ച് എഡ്ജ് അവർക്ക് അവകാശപ്പെടാൻ കഴിയും. ഷെയ്ഖ് ഹസീന അതുപോലെ പാകിസ്ഥാനിലും അതുപോലെ സിമിലർ ആയിട്ടുള്ള പല സ്ത്രീകളും ബേനസീർ ഭൂട്ടൊക്കെ സ്ത്രീകളൊക്കെ പ്രധാനമന്ത്രിമാരായി വന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എനിവേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു മിനിമം റെപ്രസെൻറ്റേഷൻ മാത്രമേ നിലവിലുള്ളൂ എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാലും അവരുടെ റെപ്രസെൻറ്റേഷൻ വരുമ്പോഴാണ് അവരുടെ ഒരു വ്യൂ പോയിന്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത് എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അല്ലാതെ ആണുങ്ങൾ മാത്രം ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആംഗിളിൽ ആ ഒരു വിഷയം കാണാതെ ഒരു വൈഡർ ആസ്പെക്റ്റിൽ സ്ത്രീകൾക്ക് കൂടി നമ്മുടെ ജനാധിപത്യത്തിലേക്കും നമ്മുടെ പൊളിറ്റിക്കൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കാനും അതുവഴി അധികാരത്തിൻ്റെ ഭാഗമായി മാറാനും കഴിയണം. അത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ജനാധിപത്യം സമ്പൂർണ്ണമായിട്ടും ഒരു വിജയിച്ച ജനാധിപത്യം ആയി മാറൂ എന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ നാരീശക്തി അഭിയാൻ എന്ന പുതിയ റിസർവേഷൻ ബില്ലിൽ മറ്റു ചില പ്രധാനപ്പെട്ട സങ്കീർണതകൾ കൂടിയുണ്ട്. അതായത് ഈ വുമൻസ് റെപ്രസെൻറ്റേഷൻ ബില്ല് അവതരിപ്പിച്ച് 1/3 റെപ്രസെൻറ്റേഷൻ സ്ത്രീകൾക്ക് റിസർവ്ഡ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പിലും അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് സീറ്റ് അലോക്കേഷൻ വരിക എന്നുള്ള ഒരു നിർദ്ദേശം കൂടി അതിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലോസ് നിലവിലുണ്ടാകുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പാർലമെൻറ്റ് MP, അതായത് ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് MP ഇപ്പോൾ സുരേഷ് ഗോപി, അപ്പോൾ അദ്ദേഹം സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത് തൃശ്ശൂർ. അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് ഒരു വുമൺ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അതൊരു സ്ത്രീകൾക്ക് റിസർവ് ചെയ്യപ്പെട്ട ഒരു സീറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അതിൽ കാര്യമായ ശ്രദ്ധ സ്വാഭാവികമായിട്ടും ചെലുത്തില്ല എന്നുള്ളൊരു വിമർശനം ഈ ഒരു ബില്ലിൽ നിലനിൽക്കുന്നുണ്ട്. എനിവേ ഇങ്ങനെ ഒരു ബില്ല് വരുന്നതും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതും വളരെ നല്ലതാണ്. നമ്മുടെ കേരളത്തിലെയും രാജ്യത്തെയും മിക്ക പ്രതിപക്ഷ പാർട്ടികളും ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബില്ലിനെ, അതായത് കോൺഗ്രസ് ആണെങ്കിലും, കോൺഗ്രസ് 545 സീറ്റുകൾ ആൾറെഡി ലോക്സഭയിലുണ്ട്. ഇതിൽ തന്നെ നിങ്ങൾ വുമൻസ് റിസർവേഷൻ പ്രഖ്യാപിച്ചോളൂ, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നാണ് കോൺഗ്രസിൻ്റെ വാക്താവായിട്ടുള്ള KC വേണുഗോപാൽ ആദ്യമായിട്ട് തന്നെ പാർലമെൻറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ പ്രിയങ്ക ഗാന്ധി വയനാട് MP ഇതേ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അല്ലാതെ ഈ വുമൺ റിസർവേഷൻ കൊണ്ടുവരിക, അതിൻ്റെ ഭാഗമായിട്ട് ലിമിറ്റേഷൻ കമ്മീഷൻ കൂടി കൊണ്ടുവന്നുകൊണ്ട് അതിലൂടെ ഒരു പ്രതിപക്ഷ പാർട്ടിക്കാർക്കിടയിൽ ഒരു സങ്കീർണത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തെറ്റായൊരു മെസ്സേജാണ് നമ്മുടെ രാജ്യത്തിന് കൊടുക്കുക എന്നതാണ് അവരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ നിലവിൽ വുമൺ റിസർവേഷൻ ബില്ലിനെ കുറിച്ച്
അത് പാസ്സാക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ നടത്തുന്നത്. പക്ഷേ ഈ ഒരു സമയത്താണ് അപ്രതീക്ഷിതമായി പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു വിജ്ഞാപനത്തിലൂടെ വുമൺ റിസർവേഷൻ ബില്ല് പാസ്സാക്കുകയാണ് എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് റീസെൻ്റായിട്ട് ഇപ്പോൾ ഇന്ന് ഈ ഒരു മണിക്കൂറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, എന്തെല്ലാം ഇമ്പാക്റ്റുകളാണ് ഉണ്ടാക്കുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എനിവേ ഇതൊക്കെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ള ഓരോ ഗിമ്മിക്കുകളാണ് എന്നുള്ള അഭിപ്രായവും മുന്നിലുണ്ട്. കാരണം ഇപ്പോൾ ആസാമിൽ അതുപോലെ വെസ്റ്റ് ബംഗാളിൽ, തമിഴ്നാട്ടിലൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. അപ്പോൾ അവരൊക്കെ സ്വാഭാവികമായിട്ടും ഒരു സ്പെഷ്യൽ സെഷൻ വിളിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ഈ ഒരു ബില്ല് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ തെരഞ്ഞെടുപ്പുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പാർലമെൻറ്റിൽ വന്ന് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഈ ബില്ലിനെ എതിർത്ത് തോൽപ്പിക്കേണ്ട സിറ്റുവേഷൻ വരും. എനിവേ ഇങ്ങനെയുള്ള സങ്കീർണതകളൊക്കെ നമ്മുടെ രാജ്യത്തിന് നിലവിലുണ്ട്. അതുകൊണ്ട് വുമൺ റിസർവേഷൻ വരട്ടെ, അതൊരു പ്രോഗ്രസ് ആണ്, ഒരു ഗ്രോത്ത് ആണ്. രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് ജനങ്ങളുടെ റെപ്രസെൻറ്റേഷന് വളരെ നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ അത് ഡെലിമിറ്റേഷൻ കമ്മീഷനുമായി ലിങ്ക് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് മറ്റൊരു തരത്തിൽ വായിച്ച് മനസ്സിലാക്കി തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയാണ്.